ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാവോയിസ്റ്റുകൾക്കെതിരായ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടികളിൽ നിർണായക വഴിത്തിരിവ്. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ 103 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. തലയ്ക്ക് 1 കോടി രൂപ പ്രഖ്യാപിച്ച മാവോയിസ്റ്റുകളും കീഴടങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട്. 22 സ്ത്രീകളും ആയുധം വെച്ച് കീഴടങ്ങി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അച്യുതൻ, തുടർച്ചയായി ഏറ്റുമുട്ടൽ നടക്കുന്ന മേഖലകളാണ് ഈ പ്രദേശങ്ങളാകെ. അവിടെയാണ് 100-ലധികം മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിരിക്കുന്നത്. കീഴടങ്ങുക മാത്രമാണ് പോംവഴി. വെടിനിർത്തൽ പ്രഖ്യാപനമില്ല എന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്രയും മാവോയിസ്റ്റുകൾ ഒരുമിച്ച് അവരുടെ ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ, അച്യുതൻ? വിജയകുമാർ, ബിജാപൂർ മേഖലയിൽ നാളിതുവരെ ഏറ്റവും വലിയ നടപടി, മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയായിരുന്നു സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ 103 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇതിൽ 22 സ്ത്രീകളും ഉൾപ്പെടുന്നു. 49 മാവോയിസ്റ്റുകൾ, അതായത് തലയ്ക്ക് 1 കോടി രൂപയോളം പ്രഖ്യാപിച്ച 49 മാവോയിസ്റ്റുകളും ഈ കീഴടങ്ങിയവരുടെ കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഇവർക്ക് 50,000 രൂപയുടെ പുനരധിവാസ പാക്കേജും സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിനോടകം, അതായത് ഈ വർഷം ഇതുവരെ ഏതാണ്ട് 410ഓളം മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയിരിക്കുന്നത്. ഒരു വലിയ മുന്നേറ്റമായി തന്നെ, മാവോയിസ്റ്റ് വിരുദ്ധ മുന്നേറ്റമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. വിജയകുമാർ, അച്യുതൻ, ഈ 2026 മാർച്ച് 31 മുമ്പ് രാജ്യത്ത് ഈ മാവോയിസ്റ്റ് ആക്രമണങ്ങളൊന്നും ഇല്ലാത്ത ഒരു മേഖലയായി പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ആ നിലയ്ക്കാണ് ഈ പലയിടത്തും ഇപ്പോൾ സേനാ നടപടികളൊക്കെ പുരോഗമിക്കുന്നത്. അത്തരം നീക്കങ്ങളിൽ നിർണായകമാണ് ഈ ബീജാപൂരിലെ ഈ കീഴടങ്ങൽ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇതിനോടകം തന്നെ അത്തരം പ്രഖ്യാപനങ്ങൾ സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതായത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഉറപ്പാക്കും എന്നതായിരുന്നു ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയുടെ ഭാഗമായി സുരക്ഷാ സേന മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഇതിന് പിന്നാലെ നിരവധി മാവോയിസ്റ്റുകൾ തന്നെ ഇത്തരത്തിൽ ആക്രമണം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ മറ്റ് അത്തരത്തിൽ ആക്രമണവുമായി മുന്നോട്ട് പോയവർക്കെതിരെ സുരക്ഷാ സേന ശക്തമായ ഒരു നടപടി സ്വീകരിക്കുകയുമുണ്ടായി. സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 2026 മാർച്ചോടുകൂടി തന്നെ ഈ നക്സൽ വിമുക്തമാക്കി ഛത്തീസ്ഗഡിനെ മാറ്റും എന്ന കാര്യമാണ്. എന്തായാലും അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ 103 മാവോയിസ്റ്റുകൾ കീഴടങ്ങി എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു വഴിത്തിരിവായി തന്നെയാണ് ഇക്കാര്യത്തിൽ കാണേണ്ടി വരുന്നത്. വിജയകുമാർ, യെസ്, കീഴടങ്ങിയവരിൽ 22 സ്ത്രീകളുണ്ട്. 45 പേര്, അതിൽ ഏതാണ്ട് 1 കോടി രൂപ തലയ്ക്ക് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ പിടികൂടുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികം കിട്ടുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയ മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയുണ്ട്. എല്ലാവരും 103 പേര്, എല്ലാവരെയും ചേർത്ത് 103 മാവോയിസ്റ്റുകളാണ് ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേക പുനരധിവാസ പാക്കേജ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആനുകൂല്യം ഈ കീഴടങ്ങിയ 102 പേർക്കും ലഭിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കൂത്തുപറമ്പ് MLA KP മോഹനെ കയ്യേറ്റം ചെയ്തു നാട്ടുകാർ. കണ്ണൂർ പെരിങ്ങത്തൂരിൽ മാലിന്യ പ്രശ്നത്തിലെ പ്രതിഷേധത്തിനിടെ MLA സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ 25 പേർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. പെരിങ്ങത്തൂർ കരിയാട് ഡയാലിസിസ് സെന്ററിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഈ സമയത്താണ് അങ്കണവാടി ഉദ്ഘാടനത്തിന് MLA KP മോഹനൻ അവിടേക്കെത്തിയത്. എന്താണ് പരാതിയെന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ലെന്നും MLA ഇടിച്ചു കയറി വന്നെന്നും നാട്ടുകാരുടെ ആരോപണം. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഡയാലിസിസ് സെന്ററിന്റെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇത് ഉദ്ഘാടനത്തിന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പ്രതിനിധിയല്ലേ MLA, അപ്പം ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അദ്ദേഹം ഒരു സന്മനസ് കാണിക്കണ്ടേ. അയാൾ ഇടിച്ചു കയറി വരിക ചെയ്ത്, അല്ലെ സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, ഞങ്ങളടുത്ത് ചോദിക്കണ്ടേ. ശരിക്കും ഞങ്ങളെല്ലാം ഒരു അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം പോയത്. അതിൽ ആ ഒരു സങ്കടം ഞങ്ങൾക്കുള്ളു. തനിക്ക് നേരെ ബോധപൂർവം കയ്യേറ്റം നടന്നതായി കരുതുന്നില്ലെന്നാണ് MLA KP മോഹനന്റെ പ്രതികരണം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പം പറഞ്ഞുകൂടാ. അല്ല, പോലീസ് കേസെടുത്താൽ സഹകരിക്കല്ലോ. പോലീസ് കേസെടുത്താൽ എന്ത് തന്നെയാൽ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയണമല്ലോ. അല്ല, പരാതി ഞാനായിട്ട് കൊടുക്കുന്നില്ല, സോമോട്ടോ കേസ് എടുക്കുന്നില്ല, അന്നേരം അതുമായിട്ട് സഹകരിക്കും. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെ കേസെടുത്തു. ചൊക്ലി പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. അതേസമയം എല്ലാ നിയമങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അഭയ ഡയാലിസിസ് സെന്റർ ചെയർമാൻ PK രാജൻ പ്രതികരിച്ചു. ഇതൊരു വ്യാപാര സ്ഥാപനമല്ല, പൂർണ്ണമായ ചാരിറ്റിയാണ്.
കൊല്ലത്ത് 10-70 ലക്ഷം രൂപ ചിലവാക്കി ജനങ്ങളുടെ സുമനസ്സുകളുടെ എല്ലാവരുടെ പ്രവാസി സ്വാതന്ത്ര്യം ഒക്കെ സഹായത്തോടെ നടത്തിക്കൊണ്ട സ്ഥാപനമാണ്. അങ്ങനെ കുടിവെള്ള പ്രശ്നമുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ശക്തമായി അടുത്ത റിപ്പോർട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അധികാരികളെ നിർദ്ദേശം തരുമല്ലോ. 24 കണ്ണൂർ. KSRTC ബസ്സിൽ മിന്നൽ പരിശോധന നടത്തിയതിന് പിന്നാലെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരം KSRTC ഡിപ്പോയിൽ പ്രതിഷേധം. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം സാജു ഖാനാണ് പ്രതിഷേധിച്ചത്. ഡിപ്പോയിലെ പ്ലാസ്റ്റിക് കുപ്പികൾ ATOയുടെ മുന്നിലേക്കിട്ടു. ATOയും പഞ്ചായത്ത് അംഗവും തമ്മിൽ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. കൊട്ടാരക്കരയിൽ നിന്ന് സുജിത്ത്, ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? ഈ പഞ്ചായത്ത് അംഗവും ATOയും തമ്മിൽ ഏതാണ്ട് ഒരു ഏറ്റുമുട്ടലിന്റെ കയ്യാങ്കളിയുടെ വക്കോളം എത്തിയിരുന്നല്ലോ നേരത്തെ കാര്യങ്ങൾ. അതെ വിജയകുമാർ, മന്ത്രി ഗണേഷ് കുമാറിനെതിരെയായിരുന്നു പത്തനാപുരം KSRTC ഡിപ്പോയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം സാജു ഖാൻ എത്തിയത്. കഴിഞ്ഞ ദിവസം ആയൂരിൽ വെച്ച KSRTC ബസ്സിൽ മന്ത്രി നടത്തിയ മിന്നൽ പരിശോധനയിൽ ബസ്സിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പി കണ്ടെത്തുകയും ഇതിനെ ചൊല്ലി ജീവനക്കാരെ മന്ത്രി ശകാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സാജു ഖാൻ ഡിപ്പോയിലേക്ക് എത്തി പ്രതിഷേധിച്ചത്. ഡിപ്പോ പരിസരത്ത് കിടന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ATOയുടെ മുന്നിലേക്കിടുകയും ഡിപ്പോയിൽ കിടന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാനുമൊക്കെ ശ്രമിച്ചു. ഇതിനെ ATO തടഞ്ഞതാണ് സാജു ഖാനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ ATO സാമും ഗ്രാമപഞ്ചായത്ത് അംഗമായ സാജു ഖാനും തമ്മിൽ തർക്കമുണ്ടായി. കയ്യേറ്റത്തിന്റെ വക്കോളമെത്തി. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചവർക്ക് നേരെയും ATOയുടെ ഭീഷണിയും ഉണ്ടായി. അതിനിടയിലാണ് KSRTC ബസ്സിനുള്ളിൽ 2 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത്. എറണാകുളത്ത് നിന്നും പത്തനാപുരത്ത് സർവീസ് എത്തി പത്തനാപുരത്ത് സർവീസ് അവസാനിപ്പിച്ച സ്വിഫ്റ്റ് ബസ്സിനുള്ളിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇത് ജീവനക്കാർ തന്നെ കൊണ്ടുവച്ചതാണെന്നുള്ള രീതിയിലുള്ള ആക്ഷേപം ഈ സാജു ഖാൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തി. ഇതോടുകൂടി ഇപ്പോൾ വിഷയം DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള വിഷയമായി അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. ഏതായാലും സ്ഥലത്ത് ഇപ്പോഴും KSRTC സുജിത്ത്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി ഇന്നലെ മിന്നൽ പരിശോധന നടത്തി ജീവനക്കാരെ പരസ്യമായി ശകാരിച്ചു. ഈ വിഷയത്തിൽ ജീവനക്കാർക്ക് പ്രതിഷേധമുണ്ടോ? അതിന്റെ കൂടി സൂചനകളാണോ ഇപ്പോൾ പത്തനാപുരത്ത് നിന്നൊക്കെ ഇപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ അതൊക്കെ പ്രകടമാണോ? അതേ വിജയകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു വിഭാഗം ജീവനക്കാർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് KSRTC വെൽഫെയർ അസോസിയേഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. ഈ ബസിന്റെ മുന്നിൽ ജീവനക്കാർ വെള്ളം വെക്കുന്നത് അത് അവർക്ക് ഒരു കുപ്പി വെള്ളം വെക്കാനുള്ള സ്ഥലം മാത്രമാണ് ഈ ബസ്സിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കൂടുതൽ വെള്ളം ഇവർ ഉപയോഗിക്കുന്നത് തന്നെ ജീവനക്കാർക്കും മറ്റും ബസ്സിൽ കയറുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും ഈ വെള്ളമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഞങ്ങൾ നിരവധി പ്രശ്നങ്ങൾ ജീവനക്കാർ നേരിടുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കാണേണ്ടതുണ്ട്. പകരം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് മന്ത്രി ഇവരെ ശകാരിക്കുന്നത്, അതും പൊതുമധ്യത്തിൽ ശകാരിച്ചത് ശരിയായില്ല എന്ന തരത്തിലുള്ള വിഷമങ്ങളും പ്രതിഷേധങ്ങളുമാണ് ജീവനക്കാർ പങ്കുവെക്കുന്നത്. വിജയകുമാർ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ശനിയാഴ്ച ചോദ്യം ചെയ്യും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. അതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സഹ സ്പോൺസർമാരും ഇന്ന് രംഗത്തെത്തി. അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. താൻ നിരപരാധിയാണെന്നും തന്റെ ഭാഗം ശരിയോ തെറ്റോ എന്ന് കോടതി തീരുമാനിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല. എന്റെ പക്ഷം, എന്റെ ഭാഗം ശരിയോ തെറ്റെന്ന് കോടതി തീരുമാനിച്ചു. ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളിലാണ് ദേവസ്വം വിജിലൻസ്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. മറ്റു സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കും. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിൽ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ച് പൂജിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്ന വെളിപ്പെടുത്തലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹസ്പോൺസർ അനന്ത സുബ്രഹ്മണ്യനും രംഗത്തെത്തി. ദ്വാരപാലക ശില്പം പൊതിയാൻ സ്വർണം കൊടുത്തു എന്ന് മറ്റൊരു സഹസ്പോൺസർ രമേശ് റാവുവും പറഞ്ഞു. ദ്വാരക ബാലക இது இருக்குது ரமேஷா, அது கோல்டில் பண்ணணும்னு சொல்லிங்கிறாங்க.
உங்களுக்குள்ள என்னதான் எழுத சார் நான் கம்மிட் ஆக மாட்டேன் என்கிட்ட எவ்வளோ ஆகுது நான் கொடுக்குறேன் சார். அதை பற்றி நம்மளுக்கு எதுவுமே தெரியாது சார். அது காப்பரா കബ്ബിനാവാ സ്റ്റീലാ അലുമിനിയമാ നമ്മൾക്ക് എതുമേ தெரியாது. ശനിയാഴ്ച പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. 24 തിരുവനന്തപുരം. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2019 സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറുന്നതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ വിവാദങ്ങളിൽ CBI അന്വേഷണം വേണമെന്നാണ് UDFന്റെ ആവശ്യം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഹൈക്കോടതി ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉത്തരമില്ല. പിന്നെന്തിനാണ് 2019 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥതല വീഴ്ച എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. സ്ട്രോങ് റൂമിലെ കണക്കുകൾ കൃത്യമാണെന്നും PS പ്രശാന്ത്. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. സ്പോൺസറെ പഴിചാരി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡിനാവില്ല. ശബരിമല വിവാദം രാഷ്ട്രീയ ആയുധമാക്കാനാണ് UDF നീക്കം. അയ്യപ്പനെ പറ്റിച്ച് കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന തട്ടിപ്പാണ്. ആ മെഷർമെൻറ്റിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ടത് പുറത്താകാതെ ഈ സ്വർണം കട്ടെടുത്ത ആളുകളെ സംരക്ഷിക്കും. അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. CBI അന്വേഷണം വേണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതേക്കുറിച്ച് അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടത്തി ഇദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പുറത്തു കൊണ്ടുവരണം എങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ഒരു CBI അന്വേഷണത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. വേണ്ടി വന്നാൽ ശബരിമല വിവാദത്തിൽ പ്രക്ഷോഭത്തിന് തയ്യാറെന്നുമാണ് UDFന്റെ മുന്നറിയിപ്പ്. 24 കൊച്ചി. വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലപാട് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. NSS രാഷ്ട്രീയമായി സമദൂരത്തിലാണ്, പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തി എന്നും G സുകുമാരൻ നായർ പറഞ്ഞു. NSSനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും ആക്കാൻ ആരും ശ്രമിക്കരുത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ NSS സാന്നിധ്യം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നും സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയകാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല, ആ കാര്യം പറയുന്നില്ല. ഇത്തരം പ്രവർത്തനമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ ഇവരുടെ ആരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും വേണ്ട, സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വേണ്ട. സമത്വത്തിൽ കഴിയുന്ന നായർ സമുദായത്തെ രാഷ്ട്രീയത്തിലുള്ളവരവിടെ നിന്നോട്ടെ, സമൂഹത്തിൽ കഴിയുന്ന എത്രയോ ലക്ഷക്കാരന്മാർ സമുദായങ്ങൾ സ്ത്രീകളുണ്ട്. അവരെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയന്റെ വിജയദശമി സമ്മേളനത്തിലാണല്ലോ NSS ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുന്നത്. സമദൂരത്തിലാണെങ്കിലും ശരിദൂരം കണ്ടെത്തും, അങ്ങനെ കണ്ടെത്തിയതിന്റെ ഉദാഹരണമാണ് ഈ ശബരിമല വിഷയത്തിൽ കണ്ടതെന്ന് അദ്ദേഹം നേരത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞു. അതുതന്നെയാണ് ഈ സമുദായാംഗങ്ങൾ പങ്കെടുത്ത ഈ യോഗത്തിലും ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്നത്, അല്ലേ? NSS ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിജയദശമി നായർ മഹാസമ്മേളനത്തിലാണ് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെ NSS പ്രതിനിധി സഭാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു സമദൂരത്തിലാണ്, പക്ഷേ അതിനിടയിൽ ശരിദൂരം കണ്ടെത്തും. അങ്ങനെ അതിനുദാഹരണമാണ് ഈ ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിനെ പിന്തുണച്ചത്. അത് ഒരു രാഷ്ട്രീയ നിലപാടല്ല, പക്ഷേ അത് ഈ വിഷയത്തിലെടുത്ത സമീപനമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത് എന്ന് NSSന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ് ഇവിടെ വിജയദശമി സമ്മേളനത്തിലും G സുകുമാരൻ നായർ ആവർത്തിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിനുള്ള കേന്ദ്ര സഹായം കുറഞ്ഞതിൽ വിമർശനവുമായി സർക്കാർ. 2221 കോടി രൂപ ആവശ്യപ്പെട്ടിടത്ത് കേന്ദ്രം അനുവദിച്ചത് 260.56 കോടി രൂപ മാത്രമാണ് എന്ന് മന്ത്രിമാർ പറഞ്ഞു. പ്രധാനമന്ത്രി എത്തിയത് ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമെന്ന് MLA T സിദ്ദിഖ് കുറ്റപ്പെടുത്തി. കേന്ദ്ര നിലപാടിനെതിരെ ദുരന്തബാധിതരും രംഗത്തെത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയാണ്.
ലഭിച്ചത് വളരെ തുച്ഛമായ തുകയും. കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് മന്ത്രിമാർ. പച്ചയായിട്ടുള്ള അവഹേളനമാണ്. കേരളത്തിന് തരാൻ ആവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം. കേരളത്തിന് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള തുക പ്രതീക്ഷയെക്കാളും ആവശ്യത്തിനേക്കാളും വളരെ കുറവാണ് എന്നുള്ള പ്രശ്നമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല, അവകാശമാണ് ചോദിക്കുന്നതെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് പറഞ്ഞു. മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഉദാരമായ സഹായം ലഭിക്കുന്നെന്നും KV തോമസ് 24-നോട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഔദാര്യമല്ല, ഇത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിലെ അവകാശമാണ്. പല സ്റ്റേറ്റുകൾക്കും നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം ദുരന്തം അനുഭവിച്ച പല സ്റ്റേറ്റുകൾക്ക് ഉദാരമായ സഹായം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫെഡറൽ സിസ്റ്റത്തിൽ അംഗീകരിക്കാവുന്ന കാര്യമല്ല. വിഷയത്തിൽ 2 കേന്ദ്ര സഹമന്ത്രിമാർ പ്രതികരിക്കണമെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് ആവശ്യപ്പെട്ടു. 2 കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ ആ 2 കേന്ദ്ര സഹമന്ത്രിമാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയണല്ലോ, എന്തുകൊണ്ട്, എന്താണ് അവരുടെ നിലപാട്? കേന്ദ്ര നിലപാടിൽ അമർഷത്തിലാണ് ദുരന്തബാധിതരും. കോടതി പോലും ഇടപെട്ടിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നു പറ്റില്ല എന്ന്. നോക്കി, നിങ്ങൾ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത്. L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ എന്തൊക്കെ മാനദണ്ഡമുണ്ട് ഞങ്ങളെ സഹായിക്കുന്നില്ല. ഭിക്ഷ തരുന്ന പോലെ 260 കോടി 100 കോടി അങ്ങനെ തന്നിട്ട് എന്താ കാര്യം? ദുരന്തമുണ്ടായി 14 മാസത്തിന് ശേഷമാണ് കേന്ദ്രം തുക അനുവദിച്ചത്. വിഷയം കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും കൂടുതൽ തുക അനുവദിക്കണം എന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് മനു ദാമോദറിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഗുജറാത്ത് അതിർത്തിയിലെ സർക്രേക്കിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടിയെന്നാണ് മുന്നറിയിപ്പ്. സർക്രേക്കിലൂടെ കറാച്ചിയിലേക്ക് വഴിയുണ്ട് എന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയായ സർക്രീക്കിൽ പാകിസ്ഥാൻ അതിർത്തി തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ ദുസ്സാഹസത്തിന് ശ്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. സർക്രീക്ക് इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है. भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है. ചർച്ചകളിലൂടെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ അതെല്ലാം അവഗണിച്ചു. ഇന്ത്യൻ സൈന്യവും BSFും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ്. कभी ये चुनौतियां बाहरी आक्रमण के रूप में सामने आती हैं, कभी आतंकी संगठनों के रूप में आती हैं, और आजकल तो साइबर वार और इंफॉर्मेशन वार के रूप में भी चुनौतियां आ रही हैं. 1965 യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്തിയിരുന്നു. ഇന്ന് കറാച്ചിയിലേക്കുള്ള ഒരു വഴി സർക്രീക്കിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. 24 ഡൽഹി. പാക്-അധീന കശ്മീരിൽ പ്രതിഷേധം രൂക്ഷമായി തുടരുകയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവയ്പിൽ മരണം 12ആയി. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. പ്രദേശത്തെ വൈദ്യുതിയും ഇന്റർനെറ്റ് ബന്ധവും വിച്ഛേദിച്ചു. കൂടുതൽ സൈന്യത്തെ എത്തിച്ച് പ്രതിഷേധം അടിച്ചമർത്താനാണ് ശ്രമം. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ പാക് അധീന കശ്മീരിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം 3-ാം ദിവസവും അതീവ രൂക്ഷമായി തുടരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക അലവൻസുകൾ അവസാനിപ്പിക്കുക, കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള പാക് അധീന കശ്മീരിലെ 12 നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കുക തുടങ്ങിയ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. മുസഫറാബാദ്, മിർപൂർ, പൂഞ്ച്, നീലം, ഭീംബർ, പാലന്ത്രി എന്നീ മേഖലകൾ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പ്രതിഷേധത്തെ നേരിടാൻ മേഖലയിലേക്കുള്ള വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധങ്ങൾ ഭരണകൂടം വിച്ഛേദിച്ചു. റോഡുകൾ വലിയ കണ്ടെയ്നറുകളും വാഹനങ്ങളും ഉപയോഗിച്ച് അടച്ചു. ഇതെല്ലാം മറികടന്ന് മുന്നേറിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തു. 12 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരും ഉൾപ്പെടുന്നു. 200-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ കൂടുതൽ സൈനികരെ വ്യോമമാർഗം മേഖലയിലേക്ക് എത്തിച്ചു. 24 ഡൽഹി. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. അമേരിക്കയിലെ ഭാഗിക അടച്ചുപൂട്ടൽ 2-ാം ദിവസവും. സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ നാളെ തുടങ്ങുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു.
ധനാനുമതി ബിൽ നാളെ വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കും. ഡെമോക്രാറ്റുകൾ വഴങ്ങിയില്ലെങ്കിൽ അടച്ചുപൂട്ടൽ നീണ്ടേക്കും എന്നാണ് സൂചന. ഒബാമ കെയർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി തുടരണമെന്ന ഡെമോക്രാറ്റ് ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടി പരിഗണിക്കാതിരുന്നതിനെ തുടർന്നാണ് ധനാനുമതി ബില്ലുകൾ സെനറ്റിൽ പാസാക്കാൻ കഴിയാതെ പോയത്. ഇതേ തുടർന്നാണ് ഇന്നലെ മുതൽ സർക്കാർ സേവനങ്ങൾ അമേരിക്കയിൽ ഭാഗികമായി അടച്ചുപൂട്ടിയത്. ധനാനുമതിക്കായി ഇന്നലെ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പും പരാജയപ്പെട്ടു. അതിർത്തി സുരക്ഷ, വ്യോമയാനം, ഗതാഗതം, ആരോഗ്യമേഖല ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം ഇന്നലെ മുതൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ലാതായതോടെ 7.5 ലക്ഷത്തോളം ജീവനക്കാർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. അവശ്യ സേവന മേഖലകളിലുള്ളവർ ശമ്പളരഹിതരായാണ് പ്രവർത്തിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ ഭരണത്തിനു കീഴിലുള്ള ന്യൂയോർക്കിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികളായ ഹഡ്സൺ ടണൽ പദ്ധതിക്കും സെക്കൻഡ് അവന്യൂ സബ്വേക്കുമായുള്ള $18 ബില്യൺ ധനസഹായം ഇന്നലെ വൈറ്റ് ഹൌസ് മരവിപ്പിച്ചു. ഷട്ട്ഡൌൺ നീണ്ടുപോയാൽ കൂട്ടപ്പിരിച്ചുവിടൽ ആവശ്യമായി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ധനാനുമതി ബിൽ വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കുമ്പോൾ 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഉറപ്പാക്കാനായാൽ ഷട്ട്ഡൌൺ പിൻവലിക്കപ്പെടും. സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുന്നതിൽ ജനങ്ങൾക്ക് വലിയ അസംതൃപ്തിയുണ്ടാകുമെന്നതിനാൽ അടച്ചുപൂട്ടൽ നീട്ടിക്കൊണ്ടുപോകാൻ ഇരു പാർട്ടികളും ആഗ്രഹിക്കുന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. വടക്കൻ ഗസയിൽ ഇനിയും തുടരുന്നവർ ഭീകരവാദികളെന്ന് ഇസ്രായേൽ. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടേതാണ് ഭീഷണി. അതിനിടെ ഗസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിലെ ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയിൽ ഹമാസ് ഇപ്പോഴും പ്രതികരണം അറിയിക്കാത്തതിനാൽ ഇസ്രായേൽ ഗസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. വടക്കൻ ഗസയെ തെക്കൻ ഗസയുമായി ബന്ധിപ്പിക്കുന്ന അൽ റഷീദ് തീരദേശ റോഡ് ഇസ്രായേൽ അടച്ചു. മധ്യഗസയിലെ നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്ത് ഇസ്രായേൽ സൈന്യം നിയന്ത്രണമേറ്റെടുത്തു. ഇനിയും വടക്കൻ ഗസയിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കട്സ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയിലെ ഗ്രീറ്റ ത്യുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. ഫ്ലോട്ടില്ലയിലെ വോളണ്ടിയർമാർ നിയമപരമായ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനാലും പ്രകോപനം സൃഷ്ടിച്ചതിനാലുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇസ്രായേൽ വിശദീകരിച്ചു. ഫ്ലോട്ടില്ല ദൌത്യത്തിലെ 13 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. അവശേഷിക്കുന്ന 30 ബോട്ടുകൾ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആക്ടിവിസ്റ്റുകളുടെ അറസ്റ്റിനെതിരെ ഇറ്റലിയിലും തുർക്കിയിലും ഗ്രീസിലും ടുണീഷ്യയിലും അർജന്റീനയിലും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. നടപടിയെ അന്താരാഷ്ട്ര കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിച്ച കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇസ്രയേലി നയതന്ത്രജ്ഞരെ രാജ്യത്തുനിന്ന് പുറത്താക്കുമെന്ന് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. രാജ്യത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം വേണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിച്ഛായ അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന് BJP കുറ്റപ്പെടുത്തി. കൊളംബിയയിലെ EIA യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം എല്ലാ വശത്തുനിന്നും ആക്രമിക്കപ്പെടുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഇടം വേണമെന്നും രാഹുൽ ഗാന്ധി. You never know how you can connect or how and where you will connect with somebody until you actually go there. Because this is the type of relationship I'll have with Colombia. It doesn't work. Being open to other cultures, regardless of how big or small they are, is very important. You never know where value lies. വിവിധ മതങ്ങളും സംസ്കാരവും ഭാഷകളുമുള്ള രാജ്യമാണ് ഇന്ത്യ. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയണം. ചൈനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യയുടെ ശക്തി. ഇന്ത്യയ്ക്ക് ആത്മീയവും പ്രത്യശാസ്ത്രപരവുമായ പാരമ്പര്യമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP. ये सरकार की नहीं कह रही, देश की निंदा. अगर वो कह रहे हैं कि लोग यहाँ पे झगड़ालू हैं, लोग यहाँ पे जो हैं वो ईमानदार नहीं हैं, जो भारत के लोग हैं वो उनको पता नहीं है अपने हमारे लिए क्या अच्छा, वो वोट जो देते हैं उनका दिमाग काम नहीं करता, तो इसलिए जो है किसी और को आके यहाँ पे डेमोक्रेसी बचानी चाहिए. ये सब बातों से वो ये दिखाते हैं कि भारत के लोग जो हैं वो बुद्धिहीन है, वो यही कहना चाहते हैं ना. तो खैर that's why I call him a disgrace. നേരത്തെ അമേരിക്കയിലെ ടെക്സസ് സർവകലാശാലയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി നടത്തിയ കേന്ദ്ര സർക്കാർ വിമർശനത്തിനെതിരെ BJP രംഗത്തെത്തിയിരുന്നു. 24 ഡൽഹി.
ലഡാക്കിൽ സമരക്കാരെ അനുനയിപ്പിക്കാൻ നീക്കവുമായി സർക്കാർ. സംഘർഷത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും. തടവിലാക്കിയ 26 പേരെ വിട്ടയച്ചു. എന്നാൽ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചയ്ക്കില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ലേ അപ്പെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകൾ ചർച്ചകളിൽ നിന്നുൾപ്പെടെ പിന്മാറിയതോടെ അന്വയ നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഭരണകൂടം. ഇതിന്റെ ഭാഗമായാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ശനിയാഴ്ച മുതൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കും. സംഘർഷത്തെ സംബന്ധിച്ചും വെടിവെപ്പിനെക്കുറിച്ചും വിവരങ്ങൾ കൈമാറാനുള്ളവർ ഈ മാസം 4 മുതൽ 18 വരെ ലേയിലെ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്താനാണ് നിർദ്ദേശം. സംഘർഷത്തിൽ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷത്തെ തുടർന്ന് തടവിലാക്കിയ 26 പേരെ വിട്ടയച്ചു. ലേ ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയവരെ സ്വീകരിക്കാൻ ലേ അപ്പെക്സ് ബോഡിയുടെ സഹചെയർമാൻ സെറിംഗ് ലോഡ്ജെ ലുക്രുക് അടക്കം ലഡാക്കിലെ പ്രമുഖ നേതാക്കളും കുടുംബങ്ങളും എത്തി. ലഡാക്കിലെ പരമ്പരാഗത ആചാരമനുസരിച്ച് കഴുത്തിൽ ഘട്ട അണിയിച്ച് സ്വീകരിച്ചു. അതേസമയം സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. 24 ഡൽഹി. ജനങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരുകൾ ജനരോഷം നേരിടേണ്ടി വരുമെന്ന നേപ്പാൾ പ്രക്ഷോഭത്തെ ചൂണ്ടിക്കാട്ടി RSS മേധാവി മോഹൻ ഭാഗവത്. എന്നാൽ അക്രമാസക്തമായ മുന്നേറ്റങ്ങൾ അരാജകത്വത്തിലേക്ക് നയിക്കും. ഗാന്ധിജി അനീതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചെന്നും നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകി മോഹൻ ഭാഗവത് പറഞ്ഞു. RSSന് 100 വയസ്സ് തികയുന്ന വേളയിലാണ് ഇത്തവണത്തെ വിജയദശമി റാലി. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സ്വാശ്രയത്തെ പുൽകുകയും മാത്രമാണ് മുന്നോട്ടു പോകാനുള്ള ഏക മാർഗമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക തീരുവ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകുന്നതിനിടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവും മോഹൻ ഭാഗവത് പരാമർശിച്ചു. അക്രമാസക്തമായ മുന്നേറ്റങ്ങൾക്ക് രാജ്യത്തെ എവിടേക്കും നയിക്കാനാകില്ല. उनकी जनता की अवस्थाओं को ध्यान में रखकर नीतियां नहीं बनती तो असंतोष रहता है. इस प्रकार व्यक्त होना पूरे दुनिया का अभी तक का इतिहास देख लीजिए. എന്നാൽ ജനങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ജനരോഷം ഉയരുമെന്ന മുന്നറിയിപ്പും RSS മേധാവി നൽകി. പക്ഷേ ഒരു വിപ്ലവവും ഫലം കണ്ടിട്ടില്ല. സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ നടന്ന രാജ്യങ്ങൾ ഇന്ന് മുതലാളിത്ത രാജ്യങ്ങളാണെന്നും മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. വിജയദശമി റാലിയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും RSS മേധാവി പ്രകീർത്തിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിന്റെ ഗതി തീരുമാനിക്കുന്നതിലും ഗാന്ധിജിയുടെ ആശയങ്ങൾ നിർണായകമായി. आज 2 अक्टूबर है, इसलिए स्वर्गीय महात्मा गांधी जी की भी जयंती है. अपने स्वातंत्र्य की लड़ाई में उनका योगदान तो अविस्मरणीय है, परंतु स्वतंत्रता के बाद भारत कैसा हो, भारत का जीवन किस प्रकार के तंत्र से चले. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരുന്നു ഇത്തവണത്തെ വിജയദശമി റാലിയിൽ മുഖ്യാതിഥി. 24 മുംബൈ. കരൂർ ദുരന്തത്തിന് തൊട്ടു മുൻപ് TVK അധ്യക്ഷൻ വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വിജയുടെ പിൻവശത്തു നിന്ന് യുവാവാണ് ചെരുപ്പെറിഞ്ഞത്. അതേസമയം ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ TVKയ്ക്കുള്ളിൽ ഭിന്നത തുടരുകയാണ്. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടായി എന്നാണ് TVKയുടെ വാദം. ഇതിനിടെയാണ് വിജയ് പ്രസംഗിക്കുമ്പോൾ പിന്നിൽ നിന്ന് ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ചെരുപ്പെറിയുന്നയാളെ ദൃശ്യങ്ങളിൽ തിരിച്ചറിയാനാകും. ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. Y കാറ്റഗറി സുരക്ഷയിലുള്ള വിജയ്ക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CRPFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽ പ്രതിരോധത്തിലായ TVKയ്ക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നതാണ് CBI അന്വേഷണത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത. CBI അന്വേഷണത്തിൽ ഗൂഢാലോചന പുറത്തുവരുമെന്നും പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെടുമെന്നും ആദവർജുന പറയുന്നു. എന്നാൽ CBI അന്വേഷണത്തിലൂടെ TVK വരുതിയിലാക്കാൻ BJP ശ്രമിക്കുമെന്നാണ് N ആനന്ദിന്റെ പക്ഷം. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശി PH ദിനേശ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. അപകടത്തിന് കാരണക്കാരൻ വിജയിയാണെന്ന് ആരോപിച്ചുള്ള ഹർജി കോടതി നാളെ പരിഗണിക്കും. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം DMK നേതാക്കൾ ഉയർത്തിയെങ്കിലും തിരക്കിട്ട നീക്കം BJPക്ക് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിലപാടെടുത്തതായാണ് റിപ്പോർട്ട്. 24 ചെന്നൈ. ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികളെ പോലീസും ആൾക്കൂട്ടവും മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 24 വാർത്തയെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഞങ്ങളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. ഒരു ഔട്ട് സ്റ്റേഷൻ സ്റ്റുഡൻസ് അവർ മനസ്സിലാക്കിയോണ്ട് ആണെന്ന് തോന്നുന്നു നമ്മൾ അധികം മർദ്ദിച്ചത്. നമ്മ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സായിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, സാക്കിർ ഹുസൈൻ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോഴും നമ്മളെ ബൂട്ട് കൊണ്ട് മറ്റേ ഫൈബർ ലാത്തിയോണ്ട് മർദ്ദിച്ചു. സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിലെ വിദ്യാർത്ഥികളായ ID അശ്വന്ത്, K സുദിൻ എന്നിവരെ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി ആക്രമിച്ച വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. വിഷയത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. പോലീസ് തന്നെ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ പഠനത്തിനും ഉപജീവനത്തിനുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥികളെയും ആളുകളെയും ഉപദ്രവിക്കാൻ മറ്റു കുറ്റവാളികളെ പ്രേരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആൾക്കൂട്ട മർദ്ദനത്തിന് പിന്നാലെ സഹായം തേടിയെത്തിയപ്പോഴാണ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളെ പോലീസ് വിവസ്ത്രരാക്കി ബൂട്ടിട്ട് ചവിട്ടുകയും മുഖത്തടിക്കുകയും ചെയ്തത്. 24 തിരുവനന്തപുരം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ച 100 കണക്കിന് കുഞ്ഞുങ്ങൾ നവരാത്രി പൂജയിലും വിജയദശമി പ്രത്യേക ചടങ്ങുകളിലും പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഭക്തരുടെ ഒഴുക്കായിരുന്നു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഓരോ ദേശത്തും ഓരോ പേരാണ്. പേരേതായാലും നവരാത്രി ആഘോഷം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അത് കൊല്ലൂർ മൂകാംബിക സന്നിധിയിലാണ്. 9 നാളുകൾ നീണ്ട ആഘോഷങ്ങളുടെ പരിസമാപ്തി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചുകൊണ്ടാണ്. നാശമില്ലാത്ത അക്ഷരങ്ങൾ പുതിയ തലമുറയ്ക്ക് പകരുന്ന പ്രക്രിയയാണ് അത്. ജാതിയും മതവും നോക്കാതെ നിരവധി പേരാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നത്. ആയുഷ്യം തേജ ആരോഗ്യം ദേഹി മേ പരമേശ്വരി. വിദ്യാദേവിയായ സരസ്വതിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചത്. ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഈ വിജയദശമിയിൽ കുട്ടികൾക്ക് വിദ്യാരംഭം ചെയ്യുന്നത് ഒരു ശ്രേഷ്ഠ ഒരു അംഗമാണിത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ഭക്തരാണ് എത്തിയത്. ഇന്നലെ ഇവിടെ എത്തി, ഇന്ന് എഴുത്തിനിരുത്തി അമ്പലത്തിൽ സമയത്ത് തൊഴുതു. ഇനി അടുത്ത ഘട്ടം എല്ലാ വർഷവും വരാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം വന്ന് പോയേ ഉള്ളൂ. പ്രവാസികളും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ മൂകാംബികയിൽ എത്തി. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്, ഇപ്പോൾ എഴുത്തിന് വേണ്ടിയിട്ട്. അദ്വൈത് എവിടെ വീട്? ഇടവിട്ടുള്ള മഴ വകവയ്ക്കാതെ ആയിരങ്ങൾ ദേവീസന്നിധിയിൽ എത്തി. പൂജയെടുപ്പിന് ശേഷം അരിയിലും മണലിലും അക്ഷരങ്ങൾ കുറിച്ച് മനസ്സ് നിറഞ്ഞ് ഭക്തർ മടങ്ങി. അതിരാവിലെ തുടങ്ങിയ വിദ്യാരംഭം കുറിക്കലിന് നിരവധി ഭക്തർ ഇവിടെ എത്തിയിരിക്കുന്നു. അറിവിൻ്റെ കലകളുടെ എല്ലാം തുടക്കം കുറിക്കാൻ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമാണ്. വിശേഷിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാകുമ്പോൾ അത് ഇരട്ടി മധുരമാകുന്നു. അങ്ങനെ എത്തിയ ഭക്തരെല്ലാവരും ഉണ്ട്. ആ ഭക്തർക്കിടയിൽ നിന്ന് കൊല്ലൂർ സന്നിധാനത്ത് മൂകാംബിക സന്നിധാനത്ത് നിന്ന് ടീം 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം കുറിച്ചു. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PT പരിശീലനമാണ് നൽകുന്നത്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നടന്ന വിദ്യാരംഭ ചടങ്ങ് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള വാതിലുകൾ തുറക്കാനുള്ള ഒരു താക്കോലാണ് പ്രാർത്ഥനയെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥന ഉണ്ടാവും. വിദേശ പഠനത്തിന് ഒരു വിദ്യാരംഭം, അതും സുരക്ഷിതമായി ദിശാബോധത്തോടെ. 24 സ്റ്റഡി അബ്രോഡിന്റെ അക്ഷര പൂജ. പുതുതലമുറയുടെ സ്വപ്നങ്ങളെ സാക്ഷിയാക്കി വിദ്യാരംഭ ചടങ്ങുകൾ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം. നിങ്ങൾക്കറിയുന്ന പോലെ
ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അയക്കരുത് എന്നുകൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ആ കലാശാലകളിലൊക്കെ തന്നെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഒരുപാട് കോളേജുകളൊക്കെ അവർ സ്ഥാപിച്ചു വയ്ക്കും. പക്ഷേ അതിനൊക്കെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, ഇന്ത്യയിൽ അതിന് അംഗീകാരമുണ്ടോ എന്നൊക്കെ സംശയമുള്ളത് കൊണ്ട് അവിടേക്കൊന്നും നമ്മൾ ആരെയും അയക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ ഇത്തിരി ലേറ്റായി പോയി. നമുക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല. ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചില ചരിത്ര നിയോഗം മൂലമാണ്. ഇത് 24ന്റെ ഒരു നിയോഗമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. 24 സ്റ്റഡി അബ്രോഡ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജൂലൈ മാസം 2-ാം തീയതിയാണ് നമ്മൾ 24 സ്റ്റഡി അബ്രോഡ് ആരംഭിച്ചത്. ഇത് ഇന്ന് കൃത്യം 3 മാസം തികയുകയാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഈ കുട്ടി 3-ാം മാസം തന്നെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഇവിടെ നടത്തുക. 1.5 മാസം നീളുന്ന IELTS PTE കോഴ്സുകൾ പൂർത്തിയാക്കി ഇറങ്ങിയ ആദ്യ ബാച്ചിന് സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ നടന്നു. എനിക്ക് ഇംഗ്ലീഷ് നമുക്കിങ്ങനെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു. എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളതിങ്ങനെ ആൻസർ ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് റെഡിയാക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കോഴ്സ് നല്ലതായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ക്ലാസ്സൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഫുൾ ക്ലാരിഫൈ ചെയ്താണ് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു പോയത്. അങ്ങനെ കോഴ്സ് നല്ലതായിരുന്നു. നമുക്ക് എത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് മനസ്സിലാക്കാനും IELTSനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും പറ്റി. തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പുതുതായി പ്രവേശിച്ചവർക്ക് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നൽകി. അക്ബർ ട്രാവൽസ്, ലുലു ഫോറക്സ്, ഡെക്കാത്തലോൺ തുടങ്ങിയ സമ്മാന പെരുമഴ വിദ്യാർത്ഥികളെ കാത്തിരുന്നു. 12,000-ഓളം രൂപ ഫീസ് വരുന്ന കോഴ്സുകളാണ് 24 സ്റ്റഡി അബ്രോഡിലൂടെ സൗജന്യമായി നൽകുന്നത്. പരിശീലനത്തിൽ പങ്കെടുത്ത 24 സ്റ്റഡി അബ്രോഡ് വഴി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്ക് ആൻഡ്രോയിഡ് ടാബ് സമ്മാനമായി ലഭിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.24studyabroad.com എന്ന വെബ്സൈറ്റിലോ 8111991720 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. 24 കൊച്ചി. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. റിപ്പോർട്ടറുടെ വാർത്താ മഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.